ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ടോസ്റ്റി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കഫേകളിലെ ചോക്ലേറ്റ് ബ്രൗണി ബോക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവനില്ലാതെയും ബ്രൗണി നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി ബോക്സിൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 100 ഗ്രാം ബട്ടറും ഒരു 120 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുക. ഇനി തിളച്ച വെള്ളം ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിന് മുകളിലായി ബൗളൊന്ന് വെച്ച് കൊടുക്കാം. ഡബിൾ ബോയിലർ മെത്തഡിലാണ് ഞാനിത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. നന്നായി കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കും. ഇനി താഴെയുള്ള വെള്ളം ഒന്ന് റിമൂവ് ചെയ്ത ശേഷം ബൗളിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്താൽ ബ്രൗണി നല്ലവണ്ണം സോഫ്റ്റായി കിട്ടും. ഇനി ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബാറ്റർ ഒന്ന് കുറുകും. ഇനി ഒരു 1/2 കപ്പ് തണുത്ത പാലിൽ നിന്ന് അല്പാൽപ്പം ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഇനി ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് അല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലേക്ക് അല്പം ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ബാറ്റർ അതിലേക്ക് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഇല്ലാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സമയം ഞാൻ ഓവൻ ഒന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിൻ്റെ നടുവിലായി 2 ഭാഗത്തേക്കും ചൂടെത്തുന്ന രീതിക്ക് കോയിൽ സെറ്റ് ചെയ്ത് അതിലേക്ക് ട്രേ വെച്ച് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓവൻ ഇല്ലാതെ ഇത് ചെയ്തെടുക്കാം. അടികട്ടിയുള്ള ഒരു പാത്രം മൂടി വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് ട്രേ അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാൻ മതി. ഇനി ബ്രൗണി ബേക്കായി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു സോസ് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 350 ml തണുത്ത പാലാണ്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടുപ്പിലോട്ട് വയ്ക്കാം. ഇതൊന്ന് നല്ലപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കുക. കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. ഇനി ആ ചൂടോടെ തന്നെ അതിലേക്ക് 60 ഗ്രാം ബട്ടർ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം.
ഇനി ചേർക്കേണ്ടത് 80 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമ്മുടെ ബ്രൗണി പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട്. അതൊന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചോക്ലേറ്റ് ബ്രൗണി ബോക്സ് സെറ്റ് ചെയ്തെടുക്കാം. അതിന് ഇങ്ങനെ ഒരു ബൗളോ അല്ലെങ്കിൽ ഒരു ബോക്സോ എടുക്കാം. അതിലേക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് ഇനി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ബോക്സ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഓരോ പീസ് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ബൈ.